തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരു കുടുംബത്തിന്റെ വാർത്തയിലേക്കാണ് ഇനി. 2 വയസ്സുകാരി മകളുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയ അച്ഛന്റെയും അമ്മയുടെയും പ്രചാരണ വിശേഷങ്ങൾ ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. പത്തനംതിട്ട പ്രമാടം പഞ്ചായത്തിലെ 4, 5 വാർഡുകളിൽ NDA സ്ഥാനാർത്ഥികളായിരുന്ന ശങ്കറും അഞ്ജലിയും ഇന്ന് നിയുക്ത മെമ്പർമാരാണ്. ഒപ്പം 2 വയസ്സുകാരി മകൾ ദുർഗയുടെ വിശേഷവും കാണാം. ഗോകുൽ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2 വയസ്സുകാരിയായ മകളുമൊത്ത് ഒരു അച്ഛനും അമ്മയും, സ്ഥാനാർത്ഥികളായിട്ടുള്ള അച്ഛനും അമ്മയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാകുന്ന വാർത്ത ജനം TVയിലൂടെ നമ്മളെല്ലാവരും കണ്ടതാണ്. ആ അച്ഛനും അമ്മയും ഇന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മെമ്പർമാരായിരിക്കുകയാണ്. പത്തനംതിട്ട പ്രമാടം പഞ്ചായത്തിലെ 4-ാം വാർഡിലെയും 5-ാം വാർഡിലെയും മെമ്പർമാരായിട്ട് ശങ്കറും ഒപ്പം അഞ്ജലിയും ജയിച്ചു കയറിയിരിക്കുകയാണ്. ഒപ്പം അവരോടൊപ്പം ദുർഗ എന്ന് പറയുന്ന 2 വയസ്സുകാരി മകളും നമ്മളോടൊപ്പം ഇപ്പോൾ ഉണ്ട്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ, ആദ്യം തന്നെ 2 പേർക്കും ആശംസകൾ, അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എങ്ങനെയാണ് ഇനി ഇപ്പോൾ ഈ നിമിഷം എന്ത് തോന്നുന്നു? 2 പേരും വിജയിച്ചിരിക്കുകയാണ്. മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ? വളരെ സന്തോഷം തോന്നുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം എനിക്ക് ജനങ്ങൾ തന്ന അംഗീകാരത്തിൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലം ജനങ്ങൾ തന്ന ഒരു അംഗീകാരത്തിൻ്റെ തുടർ അംഗീകാരം എന്ന നിലയിലാണ് ഇപ്പം എൻ്റെ സിറ്റിംഗ് വാർഡിൽ പത്നി വിജയിച്ചിരിക്കുന്നത്, അഞ്ജലി വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെ സന്തോഷമാണ്. കാരണം 5 വർഷം മുമ്പ് ജനങ്ങൾ ഇടയിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു അംഗീകാരമാണ് അവർ എനിക്ക് കഴിഞ്ഞ 5 വർഷം മുൻപ് മെമ്പർ എന്ന് പറയുന്ന ഒരു പദവി അവർ തന്നത്. അതിന് ശേഷം ഇങ്ങോട്ട് അവരോടൊപ്പം നിന്നതിൻ്റെ ഒരു അംഗീകാരം കൂടിയാണ് 2 വാർഡിലും വിജയിക്കാൻ സാധിച്ചത്. ചേച്ചി, എന്ത് തോന്നുന്നു? ചേട്ടൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വാർഡിലെ മെമ്പറായിട്ട് വരുന്നത്. മുന്നോട്ടുള്ള കാര്യങ്ങളും പ്രതീക്ഷകളും പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ആദ്യം തന്നെ എന്നെ ജനമനസ്സുകളിൽ ഏറ്റെടുത്ത ജനങ്ങളോട് 1000 നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. എൻ്റെ കൂടെ ഓരോ വാർഡുകളിൽ ഓരോ വീടുകളിലും കയറി ഇറങ്ങിയ അമ്മമാർ, ചേട്ടന്മാർ, അതുപോലെ തന്നെ സഹോദരങ്ങൾ, അങ്ങനെ ഒരുപാട് പേരോട് 1000 നന്ദി അറിയിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ആണെങ്കിലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആണെങ്കിലും കേരള സർക്കാരിൻ്റെ ആണെങ്കിലും പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ തുടർ വികസനങ്ങൾ എന്നുള്ള പൂർണ്ണ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ചേട്ടൻ 5 വർഷക്കാലം ജനങ്ങളിലേക്ക് എത്തിച്ച ഓരോ പ്രവർത്തനങ്ങളെയും ജനങ്ങളെ ഏറ്റെടുത്തതിൻ്റെ, അച്ഛനായാലും അമ്മയായാലും അങ്ങനെ ഓരോരുത്തരെയായും ചേട്ടൻ്റെ മനസ്സിൽ ഏറ്റെടുത്തതിൻ്റെയും, അതുപോലെ തന്നെ മുൻ മെമ്പറെ ജനങ്ങൾ ഏറ്റെടുത്തതിൻ്റെയാണ് ഞാൻ ഇന്നിവിടെ വിജയിച്ചിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന 5 വർഷക്കാലം എൻ്റെ ഹൃദയത്തോടു കൂടി ചേർത്ത് വെച്ച് അവരെ കൂടെ കൂട്ടുമെന്ന് അറിയിക്കുന്നു. നിങ്ങളുടെ പ്രചരണത്തിൽ സജീവമായിരുന്ന ഒരാളാണ് മകൾ ദുർഗ. അവളെങ്ങനെ ഉണ്ടായിരുന്നു? പൂർണ്ണമായിട്ടും സഹകരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും അവളാണ് ആദ്യം അമ്മയെ ചേച്ചി എന്നൊക്കെ വിളിച്ച് വോട്ട് താന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സഹകരണമായിരുന്നു. അവളായിരുന്നു ഏറ്റവും കൂടുതൽ ഇതിൽ എൻജോയ് ചെയ്തത്. ഞങ്ങളുടെ കൂടെ നിന്ന് എൻ്റെ കൂടെ ആണെങ്കിലും വീട് കയറാനാണെങ്കിലും ഭയങ്കര സഹകരണമായിരുന്നു. പിന്നെ കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും അവൾ പൂർണ്ണ മനസ്സോടുകൂടി തന്നെയായിരുന്നു ഞങ്ങളുടെ കൂടെ നിന്നത്. എന്തായാലും ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് 2 പേര് മെമ്പറായിട്ട് വരുമ്പോൾ വീട്ടുകാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചേട്ടാ? കുഴപ്പമില്ല. കാരണം എൻ്റെ പഴയ വാർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ 5-ാം വാർഡ്, സിറ്റിംഗ് വാർഡ്, ഏകദേശം അവിടെ ഒരു അടിസ്ഥാനപരമായ പ്രവർത്തനമാക്കി ഉണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെ അഞ്ജലിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ഒരു അടിസ്ഥാനപരമായ ഒരു പ്രവർത്തനമുണ്ട് അവിടെ, എല്ലാവരുടെയും കൂട്ടായ്മ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പിന്നെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ജനസേവനത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അതൊരു പ്രശ്നമായിട്ട് വരത്തില്ല. കാരണം ജനസേവനത്തിനായിട്ട് നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചല്ലേ. പിന്നെ ഇത് കുഞ്ഞിൻ്റെ വിജയമാണ്. കാരണം ദുർഗയാണ് ഇതിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം സന്തോഷം തന്നെയാണ്. കാരണം ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല. എന്തായാലും അതാണ് അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ജനസേവനത്തിന് വേണ്ടി ഒരു കുടുംബം മുഴുവൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും അവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നമുക്ക് നേരുകയാണ്. ഒപ്പം അവരുടെ പ്രചരണത്തിൽ എല്ലാ സഹായങ്ങളും നൽകിയ 2 വയസ്സുകാരി ദുർഗ, അവർക്കെല്ലാ മാനസികമായിട്ടുള്ള എല്ലാ സന്തോഷവും പിന്തുണയൊക്കെ ആയിട്ടുള്ള ആ കുട്ടിക്കും നമുക്ക് ആശംസകൾ നേരാം. എന്തായാലും പത്തനംതിട്ടയിൽ നിന്നും അജയൻ നായർക്കൊപ്പം ഗോകുൽ രമേശ്, ജനം.